ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു ചീര പച്ചടീൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ചുവന്ന ചീര ഇല മാത്രം എടുത്തിട്ട് ഞാൻ മുറിച്ചിട്ട് ഉപ്പ്, മുളക് പൊടി ഇതെല്ലാം ഇട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചതാണിത്. ഇനി ഇത് തണിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് പച്ചടിയാക്കിയിട്ട് കാണിക്കാം. അപ്പോൾ ഇത് തണിയാൻ വേണ്ടി വെച്ചിട്ടാണുള്ളത്. എല്ലാം റെഡി ആയിട്ടുണ്ട്. വെന്തിട്ട് മുളക് പൊടി മാത്രമാണ് ഇതിന് ചേർക്കുക, ഉപ്പും. മഞ്ഞപ്പൊടി ഇതൊന്നും ചേർക്കില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് അതിന് വേണ്ടി അരച്ച് വെച്ച തേങ്ങ. കടുക്, തേങ്ങ അരഞ്ഞതിൻ്റെ ശേഷം കുറച്ച് കടുകും കൂടി ഇട്ടിട്ട് ഒന്ന് കറക്കുക. അപ്പോൾ ക്ലിയറായി. ഇനി കുറച്ച് തൈര് ഇതിൻ്റെ അകത്ത് ചേർക്കണം. എന്നിട്ട് പച്ചടി റെഡിയാക്കാം നമുക്ക്. അതിന് വേണ്ടി തൈര് എടുക്കട്ടെ. കുറച്ച് തൈര് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് തണിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പച്ചടി ആക്കാൻ വേണ്ടി പറ്റൂ. ചൂടോടെ ആക്കാൻ പറ്റില്ല. ചീര നല്ലോണം തണിയണം. ഇത് തണിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഗൈസ്. തൈര് ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഇളക്കി വെക്കാം. നല്ല അടിപൊളി ഒരു വറവും കൂടി കഴിച്ച് കഴിഞ്ഞാൽ ചീരപ്പച്ചടി, സൂപ്പർ ചീരപ്പച്ചടി ആയിരിക്കും. നല്ല ചുവപ്പ് കളറുള്ള ചീരയാകുമ്പോൾ നല്ല ചുവപ്പ് ഉണ്ടാവും കറിക്ക്. പച്ചടി നല്ല ടേസ്റ്റ് ആയിരിക്കും ചീരപ്പച്ചടി. അപ്പം ഇതെൻ്റെ ചീര നല്ലോണം തണിഞ്ഞിട്ടുണ്ട് ഗൈസ്, കണ്ടില്ലേ? അപ്പം ഞാനത് ഇതിലേക്ക് മാറ്റുന്നുണ്ട്. അരച്ച് വെച്ച് തേങ്ങേൻ്റെ അകത്തേക്ക് മാറ്റുന്നുണ്ട്. ഇതാ ഗൈസ്, കണ്ടല്ലോ ചീരപ്പച്ചടീൻ്റെ എന്താ. അപ്പം ഇനി നമുക്ക് ഇതിന് നല്ല അടിപൊളിയൊരു വറവും കൂടി കഴിക്കാം. അപ്പം പച്ചടി റെഡിയായി. ഉപ്പ് കുറച്ച് കുറവാണ്, നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എരിവൊക്കെ പാകത്തിലുണ്ട്. ഉപ്പിട്ട് അതിൻ്റെ ചുവപ്പ് അതിൻ്റെ നല്ല കളറാണ്. അപ്പോൾ അത് നമ്മൾ കളയാൻ പാടില്ല. ഉപ്പിട്ടിട്ടുണ്ട്. നോക്കട്ടെ റെഡിയായോ. ഗൈസ്, നല്ല അടിപൊളിയല്ലേ പച്ചടി? അപ്പോൾ ഞാൻ ഇതിന് വറുത്തിട്ടിട്ട് കാണിച്ചു തരാം. പച്ചടിക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക്, മുളക്, കറിവേപ്പില, ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. കടുകിടാം. കടുകിട്ട്
മുളകും കറിവേപ്പിലയും. ഇപ്പം ഇതിൻ്റെ അകത്തേക്ക് വറുത്തിടും. ഇനി അങ്ങോട്ടൊരു പാള് മറ്റേ ഷെഫുകളെല്ലാം ചെയ്യുന്ന പോലത്തെ പരിപാടിയായി ഇപ്പോൾ ഇത് കണ്ടല്ലോ. എൻ്റെ ചീരപ്പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതാണ് ഗൈസ് എൻ്റെ ചീരപ്പച്ചടി. അടിപൊളി പച്ചടിയാണ്. ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കണം. സൂപ്പർ പച്ചടിയാണ്. കണ്ടല്ലോ. ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.